സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇന്ന് കാപ്പുകെട്ട് നടന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് വരുന്നത്. ആറ്റുകാൽ പൊങ്കാല വരുന്ന 13-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇവിടെ എത്തി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ എനിക്ക് നന്നായിട്ട് എടുക്കാനും പറ്റി. അവസാനം വരെ വീഡിയോ കാണുക. എല്ലാ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ, പഞ്ചവാദ്യം എല്ലാം ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യുക. അപ്പം നല്ലൊരു ദിവസവും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളെല്ലാം നന്നായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഭയങ്കര തിരക്കാണ്, പക്ഷെ ഇന്ന് വലിയ തിരക്കില്ല. അതെന്താണോ
ഇന്ന് സാധാരണ ഭയങ്കര തിരക്കാണ്. 2 മസാല ദോശയും പിന്നെ 2 കോഫിയും. സാധാരണ ഭയങ്കര തിരക്കാണ് അല്ലേ? ഇന്ന് കാപ്പ് കിട്ടി കൂടിയിരിക്കുന്ന ദിവസമായിട്ട് തിരക്കില്ല. എന്തങ്ങനെ? അല്ല, സാധാരണ ഇവിടെ നിറച്ച ആൾക്കാർ നിറഞ്ഞിരിക്കും. ഇന്ന് മൊത്തം ബ്ലാങ്ക് ആണ് കേട്ടോ, ഇവിടെ ആൾക്കാരേ ഇല്ല. പോർക്കളത്തിൽ നേർത്തവരെയോ കൊണ്ടവരെയെല്ലാം പൂർത്തക്ഷരമേതു കൊണ്ടുകൊണ്ടവരെയെല്ലാം ചെയ്താലേ പേർത്തുതൂണ്ട പാണ്ഡവർക്കും ചെയ്താലേ പേർത്തുമിത കൈ തൊഴുതെ ഓർത്തു ഞാൻ വണങ്ങിടുന്ന പേർത്തുമിത കൈ തൊഴുതെ ഓർത്തു ഞാൻ ഉളേനോ അതികരത്തണ്ടയ തിരുവടി ശരണോ കൊടുകഥ ചൊല്ലിമതിനൂടെ പൂർവതലത്തിന്റെ കുറയ്ക്കുന്ന സംഭാവനം ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞതിനിടയിൽ ഞാൻ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഭയങ്കര ഇതായിട്ടല്ല, പക്ഷെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ കാണും. അപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വന്ന സമയത്തൊക്കെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കൂടുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്നവരും ആൾക്കാർ ഒരുപാട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് വൈകിട്ട് ജയറാം ആണ് ഇനോഗ്രേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് 2-3 ആൻറ്റിമാർ പറഞ്ഞു നാളെ വൈകിട്ട് ജയറാം വരുന്നുണ്ട്, ആ ടൈമിലൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ആ ഒരു ടൈമിൽ പോകുന്നില്ല, ഞാൻ രാവിലെ വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ നമ്മളെല്ലാ കാഴ്ചകളും കണ്ട് ഭയങ്കര സമാധാനത്തോടു കൂടിയാണ് തിരിച്ച് പോകുന്നത് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ക്യൂവിലോട്ട് കയറി കേട്ടോ, കാരണം അമ്മയ്ക്ക് ക്യൂവിൽ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അമ്മ ഡയറക്റ്റ് അല്ലാതെ പോയി തൊഴുതിട്ടുണ്ട്. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയെ അല്ലാതെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്യൂവിൽ നിൽപ്പുണ്ട്. ക്യൂവിൽ കണ്ട അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തൊഴുതു, നന്നായിട്ട് തൊഴുതു. എന്നിട്ട് അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ അടുത്തിരുന്ന ഒരു ആൻറ്റിയായിട്ടൊക്കെ കൂട്ടൊക്കെ ആയി. അമ്മ എവിടെ പോയാലും അങ്ങനെയാണ്, എല്ലാവരുമായിട്ടും കൂട്ടായിക്കോളും കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ ആൻറ്റിയെ കൂടെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻറ്റിയൊക്കെ എടുത്ത്, ആൻറ്റി വെള്ളായണിയിലാണ് കേട്ടോ താമസമൊക്കെ ആൻറ്റി. അങ്ങനെ പിന്നെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ആ ഒരു വ്യൂ ഒക്കെ എടുത്തിട്ട് നല്ല രസമുണ്ട്. നാരങ്ങ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മുഴുവൻ നാരങ്ങ ഉണ്ടല്ലോ, മുഴുവൻ നാരങ്ങയൊക്കെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അമ്മ പറഞ്ഞു അമ്മയ്ക്കൊരു സഹസ്രനാമം വാങ്ങണം എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ബുക്ക് സ്റ്റോളിൽ കയറിയതാണ്. ഈ ബുക്ക് സ്റ്റോളൊക്കെ ഉള്ളൂ കേട്ടോ, അത്യാവശ്യം അങ്ങനെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റോൾ, അങ്ങനെ 1-2 ഷോപ്പൊക്കെ ഞാൻ കണ്ടോളൂ. കാരണം ഇനിയൊക്കെ ആയിരിക്കും എല്ലാം നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ വന്നു, നന്നായിട്ട് തൊഴുതു കേട്ടോ. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ പോലും നന്നായിട്ട് തൊഴാൻ പറ്റി. അമ്മയെ കയറ്റി ഒന്ന് വിട്ടല്ലേ, അമ്മ വയ്യാത്തതുകൊണ്ട് അമ്മയെ നേരത്തെ കയറ്റി വിട്ടു. പക്ഷെ അപ്പോൾ അകത്തെന്താണോ തൊഴുക, അകത്ത് ദേവിയുടെ അടുത്ത് മാത്രം അമ്മ തൊഴുതു. അമ്മ തൊഴുതിട്ട് അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ അകത്ത് മാത്രം തൊഴുതിട്ട് അമ്മ പുറത്തിറങ്ങി വന്നു. ആൻറ്റി അങ്ങനെയല്ലേ? ആൻറ്റിയും ജസ്റ്റ് അമ്മയെ കണ്ട് തൊഴുതിട്ട് ഇങ്ങനെ ഇറങ്ങി. കാരണം അങ്ങ് അകത്തോട്ട് കയറാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ അവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വന്നത്. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ദേവിയെ തൊഴാൻ പറ്റി, കാണാൻ പറ്റി. അപ്പം ഭയങ്കര സന്തോഷം. പോവാൻ തോന്നണില്ല. അതെന്ന് വെച്ചാൽ അവിടെ ഇരുന്നാലും നല്ലതാണ്, ആൻറ്റിക്ക് അടുത്തല്ലേ. അപ്പം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പം എല്ലാവരും വന്ന് തൊഴുക. ഇപ്പോഴാകുമ്പോൾ തിരക്കില്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല തിരക്കുണ്ട്. വന്ന് തൊഴുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പൊങ്കാല ഇടാനും ദൈവം എല്ലാത്തിനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.